ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒലിവിയ ഡിസൈൻസിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഒരു 2-3 ദിവസമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മടുപ്പ് തോന്നും. എത്ര ചെയ്താലും അല്ലെങ്കിൽ എത്ര പറഞ്ഞാലും അവർ മനസ്സിലാക്കില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാനത് നിർത്തിവെച്ചത്. ഇനി ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എത്രത്തോളം തെളിവുകൾ പുറത്ത് വന്നിട്ടും എന്തൊക്കെ കാര്യങ്ങൾ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്തിട്ടും അല്ലെങ്കിൽ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അവർ തന്നെ ഷെയർ ചെയ്യുന്ന ഓഡിയോകൾ, അതിപ്പോൾ സിബിയുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന അച്ചുവിന്റെ ആയിക്കോട്ടെ, അതെല്ലാം പുറത്തേക്ക് പോകുന്നുണ്ട്. കൂട്ടത്തിലുള്ളവർ തന്നെയാണ്, അവരുടെ സിസ്റ്റേഴ്സ് ആയിട്ട് കാണുന്നു എന്ന് അവർ അവകാശപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് ഇതെല്ലാം പുറത്തേക്ക് വിടുന്നത്. അതിന് കാരണം ആ കുട്ടികൾ അവിടെ സാറ്റിസ്ഫൈഡ് അല്ല എന്നത് തന്നെയാണ്. ഇത് മനസ്സിലാവാത്തത് അച്ചുവിനെ സ്നേഹിക്കുന്ന കുറെ ആളുകൾക്ക് മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഇവര് അവരുടെ വീഡിയോകളിൽ എങ്ങനെയാണോ പ്രസന്റ് ചെയ്യുന്നത്, ഓരോരോ കോണ്ടന്റ്സ് ആയിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, അതിന്റെ നേരെ വിപരീതമാണ് അവരവരുടെ കമ്മീഷൻ ഏജന്റുകളോട് ബിഹേവ് ചെയ്യുന്നത്. അത് പല ഓഡിയോകളിലും നമ്മൾ കേട്ട കാര്യമാണ്. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഞാൻ ഒരിക്കലും അവരുടെ സ്റ്റാഫുകൾ എന്ന് പറയില്ല, കാരണം സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് സാലറി കൊടുക്കണം. ഇവർ സാലറി കൊടുക്കുന്നില്ല. ഇവര് എത്ര പീസ് ആണോ, എത്ര പ്രോഡക്റ്റ് ആണോ വിറ്റ് പോകുന്നത്, അതിന്റെ പെർസെൻറ്റേജ് ആണ് ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അത് ഇൻസെന്റീവ് ആണ്, ഒരിക്കലും നമ്മൾ സാലറി അല്ല. ഒരു ഫിക്സഡ് സാലറി, ഒരു 15,000 അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ 20,000 എന്ന് പറയുന്ന ലെവലിൽ ഒരു ഫിക്സഡ് സാലറി അവർക്ക് ഇല്ല. അത് പോരാഞ്ഞിട്ട് ഇവർ കൊടുക്കുന്ന എമൗണ്ടിൽ നിന്ന് തന്നെ പല പല രീതിയിൽ ഫൈനായിട്ട് പേയ്മെന്റ് കട്ട് ചെയ്യുന്നുമുണ്ട്. ഇതിനകത്ത് സിബിയുടെ ഒരു ഓഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ ഈ ഒരു കച്ചവടം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല, പക്ഷെ നിങ്ങളുടെ ഫൈൻ കൊണ്ട് വേണം ഈ സ്ഥാപനം പിടിച്ചു നിൽക്കാനെന്ന്. ഉളുപ്പുണ്ടോ? എനിക്ക് അറിയാത്തതും ഞാൻ ചോദിക്കുക, ഉളുപ്പുണ്ടോ? കുട്ടികൾക്ക് പല പല മോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ട് അവരെ ജോലിക്കെടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മീഷൻ ഏജന്റുമാരായിട്ട് നിയമിച്ചിട്ട് അവരിൽ നിന്ന് നക്കാപ്പിച്ച പോലെ പിഴിഞ്ഞെടുക്കുന്നത്. ഞാൻ നായ്ക്കളെ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാളാണ്. ഈ എലനക്കിപ്പട്ടിയുടെ ചിറുനക്കിപ്പട്ടി എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ രീതിയിലാണ് ഒലിവിയ ഡിസൈൻസ് പ്രവർത്തിക്കുന്നതെന്ന് സിബി തന്നെ പറയുന്ന ഓഡിയോ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇപ്പോൾ ഇവിടെ ഈ അച്ചു, സിബിയുടെ വൈഫ്, അച്ചുവിന്റെ ഒരു ഓഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിനകത്ത് അച്ചു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈഗോ കയറി നിൽക്കുന്ന വ്യക്തികളാണ് ഈ രണ്ടുപേരും. അവരെ കവിഞ്ഞ് മറ്റാരുമില്ല. അവരാണ് എല്ലാത്തിലും മേലെ. അതിപ്പോ ജനങ്ങളായിക്കോട്ടെ, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, അവരുടെ സ്റ്റാഫ് ആയിക്കോട്ടെ, എല്ലാത്തിലും മേലെയാണ് ഞാൻ എന്നാണ് അവർ രണ്ടുപേരും കരുതി വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഈ പറയുന്ന അച്ചുവിന്റെ ഈ ഓഡിയോ ഒന്ന് കേട്ടു നോക്കാം. എന്താണ് അച്ചുമ്മയ്ക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. നമ്മുടെ സ്റ്റാഫുകൾക്കായിട്ട് ഒരു മെസ്സേജും കൂടെ തരുവാണ്. ഇന്നലെ ഇവിടെ ഹോസ്റ്റലിൽ ഒരു ഇഷ്യൂ നടന്നപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് സിജിയുടെ ഒരു കാര്യത്തോട് ഒരിക്കലും എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം സിജി എന്റെ നേരെ മുഖം വീർത്തിരിക്കുകയോ ഇരിക്കാതിരിക്കാമെന്ന് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ അത്രയും പേര് അവിടെ ഇരുന്നപ്പോൾ സിജിയോട് ഞാൻ ഒരു കുശലാന്വേഷണ രീതിയിൽ, കാരണം രാവിലെ വന്ന ഒരാൾ മുഖം വീർത്തിരിക്കേണ്ട അല്ലെങ്കിൽ വിഷമിച്ചിരിക്കേണ്ടെന്ന് കരുതി എനിക്ക് മിണ്ടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും ഞാൻ അങ്ങോട്ട് എന്നിട്ട് വെറുതെ ഇതിന് വേണ്ടി എത്ര രൂപയാണ് സാലറി എന്ന് ചോദിച്ചപ്പോൾ സിജി 14,000 രൂപയാണ് സാലറി പറഞ്ഞത്. അതായത് 24,000 രൂപ ചെക്കിലുള്ള സിജി അത്രയും കുട്ടികൾ ഇരിക്കുമ്പോൾ 14,000 രൂപ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഷോക്ക് ആയിപ്പോയി. കാരണം ചിലപ്പോൾ അത് ലീവിൻ്റെതായിരിക്കും, ഫുഡിൻ്റെതായിരിക്കും, നിങ്ങൾക്ക് കിട്ടിയ എമൗണ്ട് എത്ര. അപ്പോൾ സിജി ഒരു ദൈവത്തിനെ വിളിച്ചപ്പോൾ നമുക്ക് ഇത്രയും തുക കിട്ടുമ്പോൾ നമ്മൾ സന്തോഷത്തോടെയാണ് പറയുന്നത് എനിക്ക് 24,000 രൂപ കിട്ടി എന്ന് പറയുമ്പോഴാണ് അടുത്ത മാസം അത് അതിന് മുകളിലേക്ക് കിട്ടുന്നത്. അപ്പോൾ അത്രയും പേര് എനിക്ക് 18 കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര കിട്ടിയെന്നല്ല ഞാൻ ചോദിച്ചത്. അപ്പം നിങ്ങൾക്ക് ശമ്പളം എത്ര രൂപ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ 50,000 രൂപ മേടിച്ചിട്ട് നിങ്ങൾ ഫൈനും കൊടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ ലീവ് കഴിഞ്ഞിട്ട് നിങ്ങൾ കിട്ടുന്നതല്ല നിങ്ങളുടെ ശമ്പളം, എത്ര തുക കിട്ടി എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇവിടെ വരുന്ന ഓരോരുത്തരും ഇങ്ങനെയാണ്. ഇവിടെ വന്നപ്പോൾ സിജി ഒരു ജൂനിയർ ആണെന്ന് പോലും കരുതാതെ വളരെ പെട്ടെന്ന് തന്നെ സാറ് പല പൊസിഷനുകൾ ഏൽപ്പിച്ചു. എനിക്കിപ്പോൾ ഒരു കമ്പനി സാലറി തരുന്നെങ്കിൽ, ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു, ആ കമ്പനിയിൽ നിന്ന് എനിക്കൊരു വരുമാനമുണ്ട്. ആ വരുമാനം എനിക്ക് കിട്ടുന്ന എമൗണ്ട് എനിക്ക് പറയാൻ പറ്റൂ. അപ്പൊ എനിക്ക് കിട്ടുന്നത് 18,000 രൂപയാണെങ്കിൽ അതിൽ നിന്ന് പ്രോവിഡന്റ് ഫണ്ടും ഗ്രാറ്റുവിറ്റിയും അതും ഇതുമൊക്കെ പോയിട്ട് എനിക്ക് ചിലപ്പോൾ കയ്യിലേക്ക് വരുന്നത് 15,000 രൂപയായിരിക്കും. അപ്പൊ നമ്മൾ നോർമലി പറയുന്ന കാര്യമുണ്ട്, സാലറി 18,000 രൂപയുണ്ട്, പക്ഷേ ഈ പറയുന്ന ഫൈനെല്ലാം പോയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പിടിക്കലും ഒക്കെ പോയിട്ട് ഇത്ര രൂപയാണ് കയ്യിൽ കിട്ടിയത് എന്നല്ലേ പറയുള്ളൂ. അത് തന്നെയല്ലേ ഇവിടെ സിജിയും ചെയ്തത്, അല്ലേ? അതല്ലാണ്ട് 24,000 രൂപ ചെക്കിലുണ്ടെന്ന് വെച്ചിട്ട് ആ കുട്ടിയുടെ കയ്യിൽ കിട്ടിയ എമൗണ്ടിലേ പറയാൻ പറ്റുള്ളൂ. സാലറി നിങ്ങൾ കൊടുക്കുന്നത്, ഈ പറയുന്ന ഒലിവിയ ഡിസൈൻസ് കൊടുക്കുന്നത് 50,000 ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ ഫൈൻ, നിങ്ങളുടെ മറ്റേ മുള്ളിയാൽ ഫൈന് അല്ലെങ്കിൽ കസേര എടുത്ത് മാറ്റിവിട്ട ഫൈന്, കസേര പൊട്ടിയാൽ ഫൈന്, ലേറ്റായിട്ട് വന്ന ഫൈന്, ലേറ്റായിട്ട് ഉറങ്ങിയ ഫൈന്, ഇങ്ങനെ തൊട്ടനും പിടിച്ചതിനൊക്കെ ഫൈൻ അടിച്ചിട്ട് 50,000 എന്നുള്ളത് നേരെ താഴെ വന്ന 10,000 രൂപയാണ് ഈ കുട്ടികൾക്ക് കിട്ടുന്നതെങ്കിൽ ബാക്കി 40,000 രൂപ നിങ്ങളുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത്. കഷ്ടപ്പെട്ടതാരാ? ഈ കുട്ടികൾ. 50,000 രൂപ ആ കുട്ടികൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ പറയുന്ന 10% ആണ് കുട്ടികൾക്ക് ഇൻസെന്റീവ് എന്ന് എവിടെയോ പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 5 ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്യുമ്പോഴാണ് ആ കുട്ടികൾക്ക് 50,000 രൂപ ഇൻകം കിട്ടുന്നത്. 5 ലക്ഷം രൂപ കുട്ടികൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുമ്പോഴാണ് നിങ്ങൾ 50,000 രൂപ ആ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോ അങ്ങനെയാണെങ്കിൽ, ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ്, അങ്ങനെയാണെങ്കിൽ അതിൽ ഈ കുട്ടികളുടെ കയ്യിലേക്ക് കിട്ടുന്നത് 10,000 ആണെങ്കിൽ അല്ലെങ്കിൽ 20,000 രൂപയാണെങ്കിൽ ആ കുട്ടികൾ എന്തിനാണ് ഈ 50,000 സാലറി എന്ന് പറയുന്നത്? അവർക്ക് കയ്യിൽ കിട്ടിയ എമൗണ്ടിൽ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിനകത്ത് നിങ്ങൾ ചെക്ക് എത്ര കൊടുത്തുന്നുള്ള വിഷയം. അതിൽ നിന്ന് പിടിക്കുന്നത് ആരാ? ഈ കുട്ടികളുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ പിടിക്കുന്ന കാശ് ഈ 6,000 രൂപ, ഇപ്പൊ 24,000 രൂപ കിട്ടിയെങ്കിൽ അതിൽ 18,000 രൂപ പോയിട്ട് ബാക്കി
6000 രൂപ ആര് കൊണ്ടുപോയി? നിങ്ങളുടെ രണ്ടുപേരുടെയും, ഈ അച്ചുവിന്റെയും സിബിയുടെയും പോക്കറ്റിലേക്കല്ലേ പോയത്? അപ്പൊ അതെങ്ങനെയാ ഈ സിജി പറയുന്നത് അവർക്ക് 24,000 സാലറി ഉണ്ടോ? ഒന്നാമത്തെ റോങ്. അതിനുശേഷം നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു കാര്യം സിജി ആയിരുന്നു കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകുന്നത്. അവസാനം അതിൽ ഏറ്റവും ഗുരുതരമായ ഒരു തെറ്റാണ് നിങ്ങളുടെ. അപ്പോൾ ഇന്ന് മീറ്റിംഗ് വെച്ചപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്ക് മാനസികമായി ഇപ്പോൾ ഒരാളോട് സഹകരിച്ച് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്കത് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞതാണ്. പിന്നെയും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു വീട്ടിൽ വന്നിരിക്കുന്ന ആൾക്കാർ എന്നുള്ള നില ഏത് നിമിഷവും എന്റെ മൈൻഡ് മാറും. ഞാൻ വീഡിയോ ചെയ്യത്തില്ല എന്നൊരു വാക്ക് മാത്രം ഞാൻ പ്രതിജ്ഞ എടുത്തിട്ടുള്ളൂ. അത് പല ഓപ്ഷനുകളും ഉണ്ട്. ഇന്ന് ടെക്നിക്കുകൾ പല രീതിയിലും വളർന്നു നിൽക്കുന്ന ഒരു സമയമാണ്. ഒരു 1.5-2 ആഴ്ച കൊണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് വെബ്സൈറ്റ് ചെയ്ത് തരുന്ന എന്റെ പുറകിൽ നടക്കാൻ ചേച്ചി പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. 10-12 സ്റ്റാഫുകൾ ചേച്ചിക്ക് മതി. അത് ലിങ്ക് ഉപയോഗിച്ച് ഓരോരുത്തരുടെയും വാട്സപ്പിലോട്ട് പോവുകയും പല രീതിയിലുള്ള ഒരു ടെക്നിക്കാണ് ചേച്ചി. ഒരു 5 മിനിറ്റ്, ഒരു അരമണിക്കൂർ എനിക്ക് വേണ്ടി ഒന്ന് സമയം താഴ്ന്നു നടക്കുകയാണ്. ഇവിടെ നിങ്ങളോട് ഇന്ന് ഞാൻ മീറ്റിംഗ് വെച്ചപ്പോൾ പറഞ്ഞു, പല തവണ ഞാൻ ഷീബയോട് പറഞ്ഞായിരുന്നു, ഷീബെ ഇത് നമുക്ക് ഒരിക്കലും നേഴ്സിംഗ് ഫീൽഡിലോട്ട് പോകാൻ പറ്റത്തില്ല. നീ അത്രത്തോളം സന്തോഷവതിയായിട്ടിരിക്കുന്ന നേഴ്സിംഗ് ഫീൽഡിലോട്ട് പോകുമ്പോൾ നമ്മൾ അപ്പടി ഡൗൺ ആയിരിക്കും. എന്റെ കുടുംബത്തിൽ എല്ലാവരെയും +2 കഴിഞ്ഞ് ഉടനെ നേഴ്സിംഗ് ആയിരുന്നു പഠിപ്പിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ജോലി കിട്ടും, കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നു, പുറത്തോട്ട് കൊണ്ടുപോകും, നല്ലൊരു ജോലി ആവുമെന്ന് പറഞ്ഞു പെണ്ണുങ്ങളെ മൊത്തം നേഴ്സിംഗ് പഠിപ്പിച്ചു. അവസാനം എന്റെ ചേച്ചി കഴിഞ്ഞ അടുത്ത ബാച്ചോട് ഞാൻ വന്നപ്പോൾ എന്റെ ചേച്ചിയോട് പറഞ്ഞു, ഒരു കുഞ്ഞ് തല്ലി കൊന്നാലും നീ അതിന് പോകരുത്, നിന്നെ ഞാൻ വിടിപ്പിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നരകം പിടിച്ചൊരു ജോലി പിന്നെ ഇതാണ്. ഇന്നും എന്റെ ചേച്ചി BSc കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോയിട്ട് അവിടെ പോലും പെർമനന്റ് ആയിട്ടില്ല. ഒരു വർഷം ഇറങ്ങി നിൽക്കും, ഒരു വർഷം കയറും, ഒരു വർഷം ഇറങ്ങി നിൽക്കും, കയറും. അപ്പോൾ അന്ന് അവിടെ പറഞ്ഞത് കാരണം അവർക്ക് അതിലോട്ട് പോയപ്പോഴത്തേക്ക് മനസ്സിലായി ഇതുകൊണ്ട് ഇവിടെ നിന്നോണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരാളെ നേഴ്സിംഗിന് വിടുന്നത് പറഞ്ഞു. നഴ്സുമാരെ അധിക്ഷേപിക്കുന്നു. ഇതിനേക്കാളും അന്തസ്സുള്ള പണി അത് തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പാവപ്പെട്ട കുട്ടികളെ പിഴിഞ്ഞുണ്ടാക്കുന്നേക്കാളും നല്ലത് നഴ്സിംഗ് പണി തന്നെയാണ്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ചികിത്സിച്ച് അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അത് കിട്ടുന്ന കാശ് അതിപ്പം 5000 രൂപ ആയിക്കോട്ടെ, 10000 രൂപ ആയിക്കോട്ടെ, അതിനൊരു അന്തസ്സുണ്ട്. ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്നേക്കാളും നല്ലത് അത് തന്നെയാണ്. അതുകൊണ്ട് നഴ്സുമാര് മോശക്കാരാണ്, അല്ലെങ്കിൽ അവിടെ സ്ട്രഗ്ലിംഗ് കൂടുതലായിരിക്കും. പക്ഷേ നിങ്ങൾ ഇവിടെ ചെയ്യുന്ന പോലത്തെ സ്ട്രഗിൾ അവിടെ ഉണ്ടാവില്ല. അവരെ കൊണ്ട് മാക്സിമം പിഴിഞ്ഞെടുത്തിട്ട് നക്കാപ്പിച്ച കൊടുത്തു വിടുന്ന ഒരു പ്രവണത അവിടെ ഉണ്ടാവില്ല എന്തായാലും. അപ്പൊ അതുകൊണ്ട് ഇവിടെ നഴ്സുമാരെ നിങ്ങൾ കുറ്റം പറയണ്ട. ബാക്കി കേൾക്കാം. അപ്പോൾ ഷീബയുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്തു, ഷീബ ഇങ്ങനെയാണ്. അവസാനം ഷീബ വിചാരിച്ച എന്താണ്, ഇവിടെ അടുത്ത് വേറെ സ്റ്റാഫിനെ കിട്ടത്തില്ല, ഞാൻ എന്തൊക്കെയോ വലിയ ആളാണ്, അതുകൊണ്ടായിരിക്കും. ഇതുപോലെ നിങ്ങളോട് പറയുന്ന വെബ്സൈറ്റിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ പറയും, പിന്നെ സാറ് ഒരിക്കലും വെബ്സൈറ്റ് ഞങ്ങൾക്ക് ഇവിടെ പിള്ളേരെ വെച്ചുള്ള വീഡിയോ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത്, അപ്പോൾ ഇത് ഒരിക്കലും കയറത്തില്ല. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെബ്സൈറ്റ് അല്ല ഇന്നത്തെ വെബ്സൈറ്റ്. ഇന്നത്തെ ടെക്നിക്കുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, അവിടെ അത്രയും മൊബൈൽ ഇരിക്കുന്നുണ്ട്. ആ മൊബൈൽ ഓട്ടോമാറ്റിക് കൂടെ പോലും ലിങ്ക് ഷെയർ ചെയ്ത് ഓർഡർ ചെയ്യാവുന്ന സിസ്റ്റത്തിലുള്ള വെബ്സൈറ്റുകളുണ്ട്. ഇപ്പോൾ ഇന്ന് ഇത്ര മൊബൈലുണ്ട്, ഇത്ര മൊബൈലിനകത്തോടെയോ നമ്മൾ ഓട്ടോമാറ്റിക് മെസ്സേജ് ചെയ്യുന്നത് പോലെ വാർഡ് കൊടുത്താൽ ലിങ്ക്. അതെന്താ ചുമ്മാ? ഇവിടെ പെർമനന്റ് ആണോ? ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾ ആ കുട്ടികളെ പറഞ്ഞു വിടത്തില്ലേ? പറ, ഇവിടെ പെർമനന്റ് ആണോ? ഒരിക്കലും അല്ല. ഇവിടെയും എപ്പോഴാണോ അവർ ഇറങ്ങിപ്പോകാൻ പറയുന്നത് അപ്പോൾ ഈ കുട്ടികൾ ഇറങ്ങിപ്പോണം. 1 രൂപയുടെ ആനുകൂല്യങ്ങളും പറ്റാതെ. കാഷൻ ഡെപ്പോസിറ്റ് ഇവർ തിരിച്ചു കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. അവിടെയും പിടിക്കേണ്ടതാണെങ്കിൽ പിടിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിബി പറയുന്നുണ്ടായിരുന്നു, ഫൈൻ കൊടുക്കാതിരിക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാം, പക്ഷെ ഫൈൻ അടിക്കാൻ ഞങ്ങളും ശ്രമിക്കും എന്നൊരു വാക്ക് പറയുന്നുണ്ടായിരുന്നു. ഒരു ഓഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു. അപ്പോൾ ഈ കുട്ടികളെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിച്ചിട്ട് അവർക്കൊരു ഇൻകത്തിന്റെ ചെക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് മാക്സിമം എമൗണ്ട് ഇവർ വസൂലാക്കുക. ഇതാണ് ഒലിവിയ ഡിസൈൻസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം പുറത്തുവിടുന്നത് എന്താണ്? പുറത്തുവിടുന്ന വീഡിയോസ് എന്താണ്? ഇതാ എന്റെ സ്റ്റാഫാണ്, അല്ലെങ്കിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്, ഇയാൾക്ക് ഈ മാസത്തെ സാലറി 28,000 രൂപ, ചെക്ക് ഇതാ. എത്ര കമ്പനിക്കാർ വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിക്കുന്നുണ്ട്. ഓരോ വ്യക്തികളുടെ, ഓരോ ആളുകളുടെയും സാലറി എന്നുള്ള പേരിൽ ഇവർ കൊടുക്കുന്ന ഇൻസെന്റീവ് ആണ്. പക്ഷെ എങ്കിലും ഇവർ പറയുന്നത് സാലറി എന്നാണ്. ഇന്ന് ഇന്ന ആളുടെ സാലറിയാണ്, ഇത് ഇന്ന ആളുടെ സാലറിയാണ് എന്ന് പറഞ്ഞിട്ട് 3-4 പിള്ളേരെ വിളിച്ചെടുത്തിട്ട് വീഡിയോ ചെയ്ത് അത് സ്പ്രെഡ് ചെയ്യുക. അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്താണ്? കൂടുതൽ പെൺകുട്ടികൾ ഇതിലേക്ക് അട്രാക്റ്റഡ് ആവുക, ആ പെൺകുട്ടികളെ ഇവിടേക്ക് വലിച്ചെത്തിക്കുക. ഒരുതരം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് തന്നെയാണിത്. ഇത് കാണിച്ചിട്ട് പ്രലോഭിപ്പിക്കുക. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു പരിധിവരെ അത് തന്നെയാണല്ലോ. എനിക്ക് ഇത്ര കിട്ടി, ഞാനും ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇത്ര കിട്ടിയെന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുക. എന്നിട്ടപ്പോൾ അവരിങ്ങോട്ട് അട്രാക്ട് ചെയ്യുക. അത് തന്നെയാണ് ഇവരും ചെയ്യുന്നത്. ആ ഒരു മാർഗം തന്നെയാണ്. പക്ഷേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പുറത്ത് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നതിനുള്ള കൂലി അവർ മേടിക്കുന്നുണ്ട്. ഇവിടെ ഇവർക്ക് പ്രോപ്പറായിട്ട് കൂലി പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കുറെ ഭക്ഷണം കൊടുത്തിട്ട് അത് വിളിച്ചു പറയുക. ഞാൻ സമ്മതിക്കുന്നു, നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. ഈ കഴിഞ്ഞ ആരോപണങ്ങളൊക്കെ വിട്ടേക്ക്, നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. നിങ്ങളത് ജെന്യൂനായിട്ട് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളത് നാട്ടുകാരെ കാണിക്കത്തില്ല. എൻ്റെ ആൾക്കാർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അല്ലെ ഇന്ന പോലെയാണ്, ഇന്നത്തെ വിഭവം ഇതാണ്, ആരെ ബോധിപ്പിക്കാൻ? നിങ്ങളൊരു ജെന്യൂൻ പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യില്ല. ബാക്കി നോക്കട്ടെ ഇവരെന്താ പറയുന്നത്. ഓട്ടോമാറ്റിക് പോകുകയും കസ്റ്റമേഴ്സിൽ എത്തിപ്പെടുകയും അങ്ങനെ ഒരുപാട് ടെക്നിക്കാണ്. ഞങ്ങൾ അതിലോട്ട് ഇറങ്ങി തിരിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, ഞങ്ങൾ അതിലോട്ട് മൈൻഡ് കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഷീബ പരിമല ഹോസ്പിറ്റലിൽ നേഴ്സായി പോയപ്പോൾ ഞാൻ കേട്ടോ, ഷീബ തന്നെയാണ് പറഞ്ഞത്, എൻ്റെ അടുത്ത് വേറെ ആരും പറഞ്ഞില്ല, ഷീബ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഷീബയ്ക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി കൊടുത്ത ദൈവം. കാരണം എന്ന് പറഞ്ഞാൽ ഇവരോട് രാവിലെ വന്ന് ഞങ്ങളോട് ഇന്ന് പറഞ്ഞ പോലെ ഷീബ ഒരു വലിയ ദുഃഖത്തിൽ നിന്ന് വന്ന കൊച്ചാണ്. കാരണം ഒരു കുഞ്ഞ് മരണപ്പെട്ട വേദന ഞങ്ങളുടെ കൂടെ വന്നപ്പോൾ ആ വേദന ഞങ്ങൾ മാറ്റി കൊടുത്ത് നല്ല രീതിയിലുള്ള ഇത് ഷീബയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഷീബ ജോലി ചെയ്യും. അത് ഒരിക്കലും ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ഇത്രയും സ്റ്റാഫുകളിൽ ഇന്നും ഒരു കസ്റ്റമർ പറയുന്ന വീഡിയോ കോൾ ചെയ്യുന്ന സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഷീബയാണ് എല്ലാവർക്കും പറയും. കാരണം ഷീബ അങ്ങോട്ട് കസ്റ്റമറിനെ കാല് പിടിച്ച് വിളിച്ചെടുപ്പിക്കുന്ന ഒരു സ്റ്റാഫായിരുന്നു. വേറെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല, ഷീബ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഷീബ പോകാറായിട്ട് ഞാൻ പറഞ്ഞത്. കാരണം ഷീബ വന്നു കഴിഞ്ഞാൽ ഈ ഫോൺ വിളിച്ചും ചാറ്റ് ചെയ്തൊന്നും ഇരിക്കത്തില്ല, ബിസിനസ് ചെയ്തു. അപ്പോൾ നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞു. ഇന്നിപ്പോൾ ശ്രീ വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ നാളെ എന്ത് ചെയ്യണം. ശ്രീ എന്റെ പുറകെ നടന്നപ്പോൾ ശ്രീയോട് ഞാൻ പറഞ്ഞു, ശ്രീക്ക് ഇത് എന്താ ഓവറായിട്ടുള്ള ഓരോരുത്തർ ഒരു രാത്രി ചെന്ന് റിപ്പോർട്ട് തയ്യാറാക്കി ആ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ കൊടുത്ത് രാവിലെ മീറ്റിംഗ് വെച്ച് ട്രെയിനിങ് കൊടുത്ത് ടെൻഷൻ അടിച്ച് രാവിലെ ഓരോ
അവസാനം ഓരോ കാര്യങ്ങൾ ചെയ്ത് വന്നപ്പോഴേ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാത്ത സാലറിയാണ് ഒലീവിയ നൽകുന്നത്. സാലറി മാത്രമല്ല, ഫ്രീഡം, സന്തോഷം, നിങ്ങളുടെ രൂപം, ഭാവം എല്ലാം മാറി ഹോസ്റ്റലിലോട്ട് ചെന്ന് കയ്യും കഴിഞ്ഞ് നിങ്ങൾ ഇരിക്കുമ്പോൾ ഒരു വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ അപ്പുറം ഫെസിലിറ്റി. ഇവിടെ ഓരോരുത്തരുടെയും വീടും വീട്ടിലെ സാഹചര്യവും ഞങ്ങൾക്കറിയാം, നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്കറിയാം. അപ്പോൾ ആ നിങ്ങളെ ഇവിടോട്ട് കിട്ടിയപ്പോൾ നിങ്ങൾ തന്നെ മതി. അപ്പോഴും ഞാൻ ജിഷയോടും ശ്രീജയോടും എല്ലാം പറഞ്ഞു, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഒരു വലിയ രാജകീയ സുഖമാണ്, അത് നിങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും അതിനെ ഉൾക്കൊണ്ടില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു കുട്ടി പോയാൽ ഇവിടെ എന്താ ആ കുട്ടിയുടെ വാട്സ്ആപ്പ് അടുത്ത ട്രെയിനിങ് അറ്റൻഡ് ചെയ്യില്ല. ഈ ലാസ്റ്റ് പറഞ്ഞ പാടുകൾ കേട്ടായിരുന്നു. ഒരു കുട്ടിയുടെ വാട്സാപ്പ് അടുത്ത ട്രെയിനിങ് അറ്റൻഡ് ചെയ്യും. കുറച്ചുനാൾ മുൻപേ നമ്മുടെ അൽത്താഫ് വ്ലോഗ്സിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂക്ക് അൽത്താഫ് ചോദിക്കണ്ടായിരുന്നു, നിങ്ങൾ ഇവിടെ ഒരു കുട്ടിയുടെ വാട്സാപ്പ്, ആ കുട്ടി പോകുന്നു, ആ വാട്സാപ്പ് നമ്പർ അല്ലെങ്കിൽ ആ വാട്സാപ്പ് മറ്റാരെങ്കിലും ഉപയോഗിക്കുമോ, ആ കുട്ടിയുടെ ഐ ഡി അത് അങ്ങനെയാണെങ്കിൽ മറ്റാരെങ്കിലും ഉപയോഗിക്കുമോ? ഏയ് ഇല്ല എന്ന് എല്ലാ കുട്ടികളും എല്ലാ സ്റ്റാഫുകളും ഒറ്റ സ്വരത്തിൽ പറയുന്നുണ്ട്, ഇല്ല. ഈ സ്കൂളിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കുട്ടികൾ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്നത്. പക്ഷേ ഇവിടുത്തെ അച്ഛൻ എന്താ പറയുന്നത്? നിങ്ങൾ വെച്ചിട്ട് പോകുന്ന മൊബൈൽ ഫോൺ, വാട്സാപ്പ് അടുത്ത സ്റ്റാഫ് അല്ലെങ്കിൽ അടുത്ത ട്രെയിനി യൂസ് ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇവർ പറയുന്നത് എന്താണ് സത്യം? ചിന്തിച്ചു നോക്കൂ, എന്താണ് സത്യം? ബാക്കി നോക്കാം. ഇവിടെ ആരും ഇവിടെ പിടിക്കുന്ന ഇത്രയും പിള്ളേരുടെ വാട്സപ്പ് നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പുതിയ പല ടെക്നോളജികളും ആക്കി കഴിഞ്ഞാൽ ഇവിടെ അതേ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇതിൽ കൊണ്ടിട്ടും ഇനിയും ഒരുപാട് പേരുണ്ട്. അത് ഓരോ ദിവസമായിട്ട് ഓരോ കാര്യം കിട്ടുമ്പോൾ അത് മനസ്സിലാവും. നിങ്ങൾ നല്ല രീതിയിൽ പോയി ആ സ്ഥാപനത്തിന് നോക്കി, ആ സ്ഥാപനത്തിന്റെ കാര്യം നോക്കി നിങ്ങൾ മുന്നോട്ട് പോകാൻ ടെൻഷൻ കാര്യം എന്താണ്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഫൈൻ വരുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഫൈൻ വരുന്നത്? നിങ്ങൾ തെറ്റ് ചെയ്താൽ മാത്രമേ ഫൈൻ വരുത്തുള്ളൂ. നിങ്ങൾ തെറ്റ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഒരു ഡേരിയിൽ വലിയ കുട്ടി പോയി, എനിക്കറിയില്ല ആ കുട്ടി ജോലി നിർത്തി പോയതാണ്. എനിക്കറിയാം ആ കുട്ടി ഫസ്റ്റ് വന്നപ്പോൾ ഇതിനകത്ത് ഗ്രൂപ്പ് കാണും, ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല. വന്നപ്പോൾ എനിക്കറിയാം ജീവിക്കാൻ വരുന്ന കുട്ടിയുടെ കാര്യങ്ങളല്ല അതിൽ. അത് വരും 5 ദിവസം ലീവ്, അത് വരും. കാരണം അതിന് പക്വതയില്ല, അത് ജീവിതം എന്തോ അറിയത്തില്ല. കുറച്ചുകൂടെ കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് തന്നെ മനസ്സിലാവും എന്താ കാര്യം, നന്നായി മനസ്സിലാക്കത്തുള്ളൂ. ഇപ്പം ഞാൻ അതുകൊണ്ട് തന്നെ സാറിനോട് പറഞ്ഞ വേറെ പണിയില്ലേ മോട്ടിവേഷൻ കൊടുക്കാനും. സാർ ഒരു മോട്ടിവേഷൻ വീഡിയോ എടുത്തിടുമ്പോൾ ആ മോട്ടിവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരുടെ മോട്ടിവേഷൻ കൊടുക്കുക. സിബിച്ചായന്റെ മോട്ടിവേഷൻ ആണ് അടുത്ത വിഷയം. സിബിച്ചായന്റെ മോട്ടിവേഷൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് ഒരു ചേച്ചി പറയുന്നുണ്ടായിരുന്നു, എനിക്കത് പറയാൻ തോന്നുന്നില്ല, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. ഇതാണ് സിബിച്ചായന്റെ മോട്ടിവേഷൻ. ഈ മോട്ടിവേഷൻ തന്നെയാണോ ഗ്രൂപ്പിലേക്ക് ഇടുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അപ്പൊ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഈ ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാർ തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം. എന്തായാലും നോക്കാൻ ബാക്കി. വെറുതെ വന്ന് കുറെ എണ്ണത്തിൽ പിടിച്ചിട്ട് മോട്ടിവേഷൻ കൊടുത്തിട്ട് കാര്യമില്ല. എനിക്കത് കേൾക്കണം. ഓരോരുത്തർ കാശ് മുടക്കി പോയിരുന്നാണ് മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേൾക്കുന്നത്. കാരണം അവർക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്, അവർക്ക് ജീവിക്കണം. അല്ലാത്തവരുടെ മുന്നിൽ പറഞ്ഞിട്ട് എന്ത് കാര്യമോ? ഇന്ന് ഇവിടെ നിങ്ങൾ ഇറങ്ങിപ്പോലും കഴിഞ്ഞ ദിവസം കിളിക്ക് വിവരമില്ലെങ്കിൽ കാരണം കിളിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ പറഞ്ഞു. ഓരോരുത്തർ ഓരോ ജീവിത സാഹചര്യങ്ങളിൽ വരുന്നവരാണ്, ശരിയല്ലേ? അമ്മയില്ലാതെ അപ്പനില്ലാതെ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ വില അറിയാതെ പിന്നെ ജീവിതം എന്താണെന്നറിയാതെ വരുന്നവർ ഇനി ഉപദേശിച്ച് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. പക്ഷേ അത് ചിലപ്പോൾ ഒരാൾ നന്നായിട്ട് അവരിലും ഇത് തന്നെയാണ് ഉണ്ടാകാൻ പോകുന്ന പ്രവണത. കാരണം ഇപ്പോൾ വന്ന ജൂനിയേഴ്സിന് എല്ലാം തന്നെ ദിവസം 40-50 ഓർഡർ ഉണ്ട്. അവർക്കും ഈ മാസം 30,000 മോൾ സാലറി കിട്ടും. അപ്പോഴത്തേക്ക് അവരുടെയും രൂപവും ഭാവവും മാറും. അവരും വീണ്ടും ഫൈൻ സിസ്റ്റത്തിലേക്ക് പോവുകയും തഴയപ്പെടുകയും ചെയ്യും. ഇത് വരുമ്പോഴേ അവർക്ക് ഒരു അവസരം കൊടുത്തു, അവർക്ക് കാര്യങ്ങൾ കൊടുത്തു. ഒരു തലയ്ക്കകത്തൊരു മൂള ഉള്ളവർക്ക് ചിന്തിച്ചൂടെ? നിങ്ങൾ പറഞ്ഞു എനിക്ക് 10 വീഡിയോ ഇട്ട് തന്നാലും 8 വീഡിയോ ഇട്ട് തന്നാലും എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നുമില്ല. യൂട്യൂബ് കംപ്ലീറ്റ് എല്ലാവരുടെ ഇൻകം വെട്ടി കുറച്ചു. ഫേസ്ബുക്ക് എന്റെ മോണിറ്റൈസേഷൻ പോലും കട്ട് ചെയ്ത് കളഞ്ഞു. ആലോചിച്ചോണം, ഒരു മോണിറ്റൈസേഷനാണ് എന്റെ ചാനൽ. കാരണം എന്താ? ദിവസവും വീഡിയോ വരും, അപ്പൊ എനിക്ക് ക്യാഷ് കിട്ടണം. അതിന് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഞാൻ റീഅപ്ലൈ ചെയ്യും. അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപാട് വീഡിയോസ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ കട്ട് ചെയ്തു. ഏത് യൂണിവേഴ്സിറ്റി പഠിപ്പിച്ച കാര്യമാണെന്ന് എനിക്ക് അറിയില്ല. അത് അച്ചു ചേച്ചി വെളിപ്പെടുത്തണം, അല്ലെങ്കിൽ എനിക്കൊന്ന് വിശദീകരിച്ച് തരണം. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. കഴിഞ്ഞ ദിവസം ഞാനൊരു ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, കമന്റ് ബോക്സ് ഓൺ ചെയ്യുന്ന കാര്യം. നിങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഓക്കെ പോട്ടെ, അത് വിട്ടു. അപ്പം ഇതെനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. എന്താണ് ഒരുപാട് വീഡിയോ ഇടുമ്പോൾ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ഓഫ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്നതെന്ന്? ആ വന്ന മെയിലൊന്ന് കാണിച്ചാലും മതി. നിങ്ങൾ എന്തായാലും എല്ലാ കാര്യവും എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന ആളാണല്ലോ, വീഡിയോ ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ ഈ വന്ന മെയിൽ ഫേസ്ബുക്ക് നിങ്ങളുടെ മോണിറ്റൈസേഷൻ ബ്ലോക്ക് ചെയ്തതിൻ്റെ കാരണം ഒന്ന് വെളിപ്പെടുത്തിയാൽ വലിയ ഉപകാരം. കാരണം നമ്മളൊക്കെ അത്യാവശ്യം വീഡിയോസ് ഒക്കെ ഇടാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. ഒരു 5-6 വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ബ്ലോക്കായി പോയാൽ അതൊന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പം പ്ലീസ് ഒന്ന് കാണിച്ചു തരണേ. എവിടെയാണ് ഈ വീഡിയോ? ഈ എന്നെ കാണുന്നവർ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവർ പുള്ളിക്കാരുമായിട്ട് കോൺടാക്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ഈ വീഡിയോ എത്തിക്കണേ. എന്നിട്ട് എനിക്കൊന്നും അത് അറിയാൻ വേണ്ടി, എനിക്കറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ മോണിറ്റൈസേഷൻ ബ്ലോക്ക് ചെയ്ത എന്തായാലും മെയിൽ വരുമല്ലോ, നിങ്ങളുടെ ഐഡിയിലേക്ക് മെയിൽ വരും, വരാണ്ടിരിക്കില്ല. അപ്പോൾ ആ വന്ന മെയിൽ ഒന്ന് കാണിച്ചാൽ വലിയ ഉപകാരമായിരുന്നു. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, വേറെ ഒന്നുമല്ല, മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പ്ലീസ്. വരുമാനം കിട്ടില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുമോ നിങ്ങൾ 50,000 മേടിക്കുന്നതിന്റെ മുമ്പിൽ ഇരുന്ന്? ഞാനും പരസ്പരം നമുക്ക് സ്ത്രീകൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോയുണ്ട്. ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ എന്റെ സ്ഥാപനത്തിൽ വന്ന് എൻജോയ് ചെയ്ത് എന്റെ മുഖത്ത് നോക്കാതെ മൈൻഡ് ചെയ്യാതെ നിങ്ങൾ 50,000 മേടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ പറയും, നമ്മുടെ സ്ത്രീകൾക്ക് എപ്പോഴും ഞാൻ ചോദിക്കും, ഇപ്പൊ പ്രിയങ്കയുടെ സ്ഥാപനമെങ്കിൽ പ്രിയ. ദാറ്റ്സ് എ പോയിന്റ്. അപ്പൊ ഈ കുട്ടികൾ കാശ് മേടിക്കുന്നതിനുള്ള ഫ്രസ്ട്രേഷൻ ആണ് അവരിൽ നിന്ന് ഫൈനായിട്ട് പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്ര സെയിൽ ചെയ്യുന്നു, ഇത്ര കാശ് കിട്ടുന്നു. ഇവരുടെ അസൂയയല്ല ഈ പുറത്തേക്ക് വരുന്നത്, ഈ കുട്ടികളോടുള്ള അസൂയ. ഇനി മുൻപ് കേട്ടിരുന്നു ഇവരും ഇതുപോലെ സ്റ്റാഫായിട്ട് നിന്ന് മുതലാളിച്ചയായി മാറിയ ഒരു വ്യക്തിയാണ് എന്ന് കേട്ടിട്ടുണ്ട്. അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അതേക്കുറിച്ച് സംസാരിക്കാത്തത്. എനിവേ അത് പോട്ടെ. അപ്പോൾ ഇവർ പറഞ്ഞു കേട്ടില്ലേ, നിങ്ങൾ 50,000 രൂപ മേടിക്കുമ്പോൾ എനിക്ക് ഈഗോ ഉണ്ടാവില്ല, എനിക്ക് അതിൽ അസൂയ ഉണ്ടാവില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. ഉത്തരം അവർ തന്നെ തന്നു കഴിഞ്ഞു. എന്തുകൊണ്ട് ഫൈൻ മേടിക്കുന്നു? തൊട്ടനും പിടിച്ചനും സിബിച്ചായനും അവിടെ ഫൈൻ 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 എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഈ ഒരൊറ്റ ഓഡിയോയിൽ നിന്ന് നമുക്ക്
ക്ലിയർ ആവും. ബാക്കി നോക്കാം. എങ്ങനെയാണ് നിൽക്കുന്നത്? ഷീബയുടെ സ്ഥാപനത്തിലാണ് നിങ്ങൾ ചെന്ന് നിൽക്കുന്നെങ്കിൽ എങ്ങനെയാണ് നിൽക്കുന്നത്? അപ്പൊ ഞാൻ അതിനൊക്കെ അപ്പുറം കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അപ്പൊ നമ്മളെ മൈൻഡ് ചെയ്യാതെ നമ്മളോട് മുഖം പുറത്ത് കെട്ടിയിരുന്ന നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകത്തില്ല. അത് നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റാതെ? അവരെ പിണക്കി കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം? നിങ്ങൾ എന്താ ചിന്തിക്കാതെ? ഇവിടെ ചിലർക്കൊന്നും ഒരു ജീവിതകാലത്ത് വാട്സപ്പ് കിട്ടത്തില്ല. അത് ആരുടെ കുഴപ്പം കൊണ്ടാണ്? അവരവരുടെ കുഴപ്പം കൊണ്ടാണ്. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ വന്നാൽ നമ്മളെ ചീത്ത പറയുന്നില്ല, നമ്മളോട് ചൂടാവുന്നില്ല, നമ്മളെ ഒന്നും പറയുന്നില്ല. അവർ ഇഷ്ടംപോലെ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യുന്ന പോലെയല്ല ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അച്ചു ചേച്ചി പറയുന്ന കാര്യങ്ങൾ. എനിവേ, അപ്പൊ അച്ചു ചേച്ചിക്ക് അത്യാവശ്യം ഈഗോ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ സിബി ചായന്റെ മോട്ടിവേഷൻ, ഇതെല്ലാമാണ് ഈ ഒരു ഓഡിയോക്കകത്തുള്ളത്. ഇനി എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും നിങ്ങൾ വെളുക്കത്തില്ല. പിന്നെ നിങ്ങളുടെ മറ്റേ താങ്ങുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമായിരിക്കും. അച്ചു പൊളിയാണ്, അച്ചു മറ്റതാണ്, മറിച്ചതാണ്, ഒലിവി അതാണ് ഇതാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. ഡസൻ മാറ്റർ. നിങ്ങൾ ചെയ്യുന്നത് ചെറ്റത്തരം തന്നെയാണ്. ഈ സ്ഥാപനം പൂട്ടണം എന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ നിങ്ങൾ ആ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്തു കൊടുക്കണം. അത് കൊടുത്തേ പറ്റൂ. പിന്നെ നിയമത്തിന്റെ വഴിയിൽ പോയാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ആരും പോകാത്തത്. ഒരു കാര്യമില്ല. പോയിട്ടുള്ള ആൾക്കാരൊക്കെ അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. എന്താണ് സംഭവിച്ചിട്ടുള്ളത്? നിങ്ങൾ തന്നെ ഇതേ ഓഡിയോക്കകത്ത് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് നിങ്ങളുടെ കൂടെ നിന്ന് ആരോ എന്തോ ഒരു കേസിൽ പെട്ടിട്ട് നിങ്ങൾ നൈസായിട്ട് ഊരിക്കൊണ്ട് വന്നൊരു കഥ പറയുന്നുണ്ട്. അത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നൈസായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ നൈസായിട്ട് ഊരി വരും. എന്തായാലും ഞാൻ ഇവിടെ കൊണ്ട് തൽക്കാലം ഈ വീഡിയോ നിർത്തുകയാണ്. നിങ്ങളുടെ എക്സ്പ്ലനേഷൻ ഞാൻ കേട്ടിരുന്നു, പക്ഷെ എനിക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റിയില്ല. അത് കേട്ടിട്ട് ബാക്കി ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനുശേഷം സംസാരിക്കും. ഇനിയെങ്കിലും എല്ലാവരും ചിന്തിക്കൂ, എല്ലാവരും മനസ്സിലാക്കൂ ഇവരുടെ തെണ്ടിത്തരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. എത്രമാത്രം വെളുപ്പിക്കാൻ വേണ്ടി വീഡിയോയും കൊണ്ട് വന്നാലും കാര്യമില്ല. അതിൻ്റെ 10 മടങ്ങാണ് നിങ്ങൾ തന്നെ ഷെയർ ചെയ്ത നിങ്ങളുടെ ഓഡിയോ ക്ലിപ്സുകൾ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.